കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളും ഷെക്കീന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം 1981 ജൂൺ മാസം 24 മുതൽ മെഡ്ജുഗരിയിൽ ആരംഭിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഏതാണ്ട് 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്നുവെന്നും ലോകത്തിന് സ്വർഗം നൽകുന്ന ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ അവസാനത്തെ പ്രത്യക്ഷപ്പെടലായിരിക്കും ഇതെന്നും മെഡ്ജുഗരി പ്രത്യക്ഷപ്പെടലിന് ഈ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നും മെഡ്ജുഗരിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ചില പ്രത്യേകതകളുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത്. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം മെഡ്ജുഗരി പ്രത്യക്ഷപ്പെടൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അമ്മയുടെ 40 വർഷക്കാലത്തെ നീണ്ട പ്രത്യക്ഷപ്പെടലിനെ കണ്ടില്ല എന്ന് ഇനി നമുക്ക് ക്രൈസ്തവർക്ക് പറയാൻ പറ്റില്ല. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്: കഴിഞ്ഞ 40 വർഷം തുടർച്ചയായി ഇടതടവില്ലാതെ പരിശുദ്ധ അമ്മ മെഡ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും ഇന്നും മെഡ്ജുഗരിയെക്കുറിച്ച് അറിയാത്തവരുണ്ട്. മെഡ്ജുഗരി പ്രത്യക്ഷപ്പെടൽ എന്താണെന്ന് അറിയാത്തവരുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഇപ്രകാരം ഒരു വലിയ ഇടപെടൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം കേൾക്കാത്ത ക്രൈസ്തവരും ഇന്ന് ലോകത്തിലുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു യുവാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മെഡ്ജുഗരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതെവിടെയാണെന്ന് പോലും അറിയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ സന്ദേശങ്ങൾ ലോകത്തിന് മുഴുവനും പരിശുദ്ധ അമ്മയുടെ മെഡ്ജുഗരി സന്ദേശങ്ങളെക്കുറിച്ച് കേൾക്കാത്തവരുമായി പങ്കുവയ്ക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നവരാണ്. കാരണം ഇത് ലോകത്തിൻ്റെ അതിർത്തികളിൽ ഈ കാലഘട്ടത്തിൽ എത്തേണ്ട സന്ദേശങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ മെഡ്ജുഗരിയിലെ സന്ദേശങ്ങൾ. കാരണം പരിശുദ്ധ അമ്മ തന്നെ ഇപ്രകാരം പറഞ്ഞു: ലോകത്തിന് ദൈവം നൽകുന്ന ഒരുപക്ഷെ അവസാനത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലായിരിക്കാം മെഡ്ജുഗരിയിൽ 40 വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രത്യക്ഷപ്പെടലെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, 1981 പരിശുദ്ധ അമ്മ മെഡ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു 40 വർഷമായിരിക്കും ഈ ഭൂമിയിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുക. സ്വർഗം 40 വർഷക്കാലം ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ നൽകുവാനും നിത്യതയിലേക്ക് ഓരോ മനുഷ്യരെയും എത്തിക്കുവാനും ഒരുക്കുവാനും ആയി എന്നെ അയച്ചിരിക്കുകയാണ് എന്ന് പരിശുദ്ധ അമ്മയുടെ ആദ്യ സന്ദേശങ്ങളിൽ കാണുന്നുണ്ട്. ഇന്ന് ഈ 2023 നമ്മൾ നിൽക്കുമ്പോൾ മനസ്സിലാവുകയാണ് പരിശുദ്ധ അമ്മയുടെ
പബ്ലിക് അപ്പരീഷൻ ഏതാണ്ട് 2020 ശേഷം അവസാനിച്ചു എന്നുള്ള സത്യം. പരിശുദ്ധ അമ്മയുടെ പ്രവചനം അങ്ങനെ പൂർത്തിയാവുകയാണ്. 40 വർഷക്കാലം മെഡ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി ഈ ലോകത്തെ ഒരുക്കണമെന്ന സ്വർഗത്തിൻ്റെ സന്ദേശമായി കടന്നു വന്ന പരിശുദ്ധ അമ്മ 40 വർഷക്കാലം പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും സന്ദേശങ്ങൾ നൽകി ഈ ലോകത്തെ ഒരുക്കി. പരിശുദ്ധ അമ്മയുടെ മെഡ്ജുഗരിയിലെ പ്രത്യക്ഷപ്പെടൽ, പ്രത്യേകിച്ചും പബ്ലിക്കായിട്ടുള്ള പ്രത്യക്ഷപ്പെടൽ 40 വർഷം കൊണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നാം തിരിച്ചറിയണം. 40 എന്ന സംഖ്യയ്ക്ക് വിശുദ്ധ ലിഖിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇസ്രായേൽ ജനം 40 വർഷക്കാലം മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ആണ് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുക. നോഹയുടെ കാലത്ത് 40 ദിവസവും 40 രാത്രിയും മഴ പെയ്യിച്ച് ഈ ലോകത്തെ ദൈവം ശുദ്ധീകരിക്കുന്നതായി നാം കാണുന്നുണ്ട്. മോശ 10 കൽപ്പനകൾ ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി 40 ദിവസം ഉപവസിച്ച് കഴിയുന്നതിനെക്കുറിച്ചും വചനം നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് 40 രാവും 40 പകലും ഉപവസിച്ച് തൻ്റെ പരസ്യജീവിതത്തിന് മുൻപ് ദൈവ മഹത്വത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. 40 എന്നുള്ള സംഖ്യ വചനാടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ പരിശുദ്ധ അമ്മയുടെ 40 വർഷക്കാലത്തെ ഈ ലോകത്തിലെ പ്രത്യക്ഷപ്പെടൽ വലിയ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുക. ഇത് വലിയൊരു ദൈവിക ഇടപെടലിന് ഈ ലോകത്ത് സമയമായി എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുക. ഇത് നമ്മൾ കണ്ടില്ല കേട്ടില്ല നടിക്കാൻ പാടില്ല. ഈ ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ശക്തമായ ദൈവിക ഇടപെടലിനുള്ള സമയം ആഗതമായി എന്ന് നാം തിരിച്ചറിയുകയാണ്. മെഡ്ജുഗരിയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ഗർഭന്താലിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങളോട് വലിയ സാമ്യമുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഗർഭന്താൾ എപ്പിസോഡിനെ കുറിച്ച് നമ്മൾ വിശദമായി മനസ്സിലാക്കുകയുണ്ടായി. മെഡ്ജുഗരിയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശവും ഗർഭന്താളിലെ സന്ദേശവും എത്തി നിൽക്കുന്നത് സമയം തീരാറായി എന്ന ഒരു യാഥാർത്ഥ്യത്തിലാണ്. സമയം തീരാറായി എന്ന ഒരു യാഥാർത്ഥ്യം പരിശുദ്ധയമ്മ ഗർഭന്താളിൽ പറഞ്ഞു തന്നത് 40 വർഷക്കാലമായി മെഡ്ജുഗരിയിലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിൻ്റെ സമയമാണ് തീരാറായത്? പ്രിയമുള്ള സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഈ ലോകത്തുള്ള മനുഷ്യൻ്റെ ജീവിതത്തിനപ്പുറത്ത് നിത്യകാലം ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതമുണ്ടെന്നും അവിടേക്കുള്ള ഒരു യാത്രയിലാണ് നാം എല്ലാവരും എന്നുള്ള സത്യം ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കണം. ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതം അത് നിത്യകാലമുള്ളതല്ല എന്നും ഒരു ഹ്രസ്വകാലത്ത് ഈ ലോകത്തിലൂടെ കടന്നു പോകുന്ന യാത്രക്കാരാണ് നമ്മളെന്നും നിത്യകാലം ദൈവസന്നിധിയിൽ അവിടുത്തെ മഹത്വത്തിൽ ആനന്ദിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെന്നുമുള്ള സത്യം നാം ഈ കാലഘട്ടത്തിൽ ആഴത്തിൽ തിരിച്ചറിയണം. നിത്യതയിൽ ദൈവത്തോടു കൂടെ നിത്യകാലം വസിക്കുന്നത് ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വർഷങ്ങൾ, ദിവസങ്ങൾ
എപ്രകാരം നമ്മൾ ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും നാം തിരിച്ചറിയുകയാണ്. അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, മെഡ്ജുഗരി സന്ദേശവും ഗർഭന്താൾ സന്ദേശവും നമുക്ക് മുൻപിൽ പറഞ്ഞു തരുന്ന യാഥാർത്ഥ്യം സമയം സമാഗതമായി, ഇല്ലെങ്കിൽ സമയം തീരാറായി എന്നുള്ള സന്ദേശമാണ്. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ നാം തിരിച്ചറിയേണ്ട പരിശുദ്ധ അമ്മയുടെ മറ്റൊരു സന്ദേശമാണ് 1594 മുതൽ 1614 വരെ പരിശുദ്ധ അമ്മ ഇക്വദോറിലെ ക്വിറ്റോ എന്ന് പറയുന്ന സ്ഥലത്ത് മദർ മരിയാന ദി ജീസസ് ടോറസ് എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്ത അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്നറിയപ്പെടുന്ന എക്വദോറിലെ ക്വിറ്റോയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശം. പ്രിയമുള്ളവരെ, 400 വർഷങ്ങൾക്ക് മുൻപ് 16-ാം നൂറ്റാണ്ടിൽ എക്വദോറിലെ ക്വിറ്റോയിൽ മദർ മരിയാന ദി ജീസസ് ടോറസ് എന്ന് പറയുന്ന കന്യാസ്ത്രീക്ക് പരിശുദ്ധ അമ്മയും ഈശോയും പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം സന്ദേശം നൽകി. ഈ സന്ദേശങ്ങൾ 20-ാം നൂറ്റാണ്ടിന് ശേഷം ഈ ലോകത്ത് നിറവേറാൻ പോകുന്ന സന്ദേശങ്ങളാണ്. 20-ാം നൂറ്റാണ്ടിന് ശേഷം ഈ ലോകത്ത് സംഭവിക്കുവാൻ പോകുന്ന സന്ദേശങ്ങളാണ് നിനക്ക് ഞാൻ നൽകുന്നതെന്നും, അതുകൊണ്ട് ഇപ്പോൾ തന്നെ 20-ാം നൂറ്റാണ്ടിന് ശേഷം ഈ ലോകത്തുള്ള സഭയ്ക്ക് വേണ്ടിയും ആ കാലഘട്ടത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയും നീ ഇപ്പോഴേ പ്രാർത്ഥിക്കണമെന്ന് 400 വർഷങ്ങൾക്ക് മുൻപ് എക്വദോറിലെ ക്വിറ്റോയിൽ പരിശുദ്ധ അമ്മ നൽകിയ പ്രവചന സന്ദേശം ഈ കാലഘട്ടത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് എക്വദോറിലെ ക്വിറ്റോയിൽ അവർ ലേഡി ഓഫ് ഗുഡ് സക്സസിൻ്റെ മദർ മരിയാന ദി ജീസസ് ടോറസിന് നൽകിയ സന്ദേശങ്ങൾ വിശദമായി നാം മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് മെഡ്ജുഗരിയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ 20-ാം നൂറ്റാണ്ടിന് വേണ്ടി പരിശുദ്ധ അമ്മ 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, 400 വർഷങ്ങൾക്ക് മുൻപ് 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു ബലിയാത്മാവിനെ തിരഞ്ഞെടുത്ത് സഹനങ്ങളിലൂടെ നയിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ പരിശുദ്ധ അമ്മ ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാൻ ഒരു ബലിയാത്മാവിനെ തിരഞ്ഞെടുത്തിരുന്നുവെന്ന സത്യവും നാം മനസ്സിലാക്കണം. മദർ മരിയാന ദി ജീസസ് ടോറസിലൂടെ പരിശുദ്ധ അമ്മ നൽകിയ ചില സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മ ഓർമ്മിച്ചെടുക്കുന്ന ഉചിതമാണ്. കാരണം ഇത് നമ്മളെക്കുറിച്ചുള്ള സന്ദേശമാണ്, നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ചുള്ള സന്ദേശമാണ്. 400 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാനും പരിഹാരം അനുഷ്ഠിക്കുവാനും വേദനകൾ സഹിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാൻ ദൈവം ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയെ പരിശുദ്ധ അമ്മയിലൂടെ തിരഞ്ഞെടുത്ത് ഈ കാലഘട്ടത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങൾ നൽകിയെങ്കിൽ അത് അറിവില്ലാത്തവരായി തള്ളിക്കളയാൻ പാടില്ല. പരിശുദ്ധ അമ്മയുടെ എക്വദോറിലെ സന്ദേശങ്ങളും മെഡ്ജുഗരയിലെ സന്ദേശങ്ങളും തമ്മിൽ വലിയ സാമ്യമുണ്ട്. അതുകൊണ്ട് എക്വദോറിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാം. ആദ്യം തന്നെ പരിശുദ്ധ അമ്മ പറയുന്നു, 20-ാം നൂറ്റാണ്ടിന് ശേഷം ഈ ലോകത്ത് വിശ്വാസത്തിന് വലിയ ഗുരുതരമായ വീഴ്ച സംഭവിക്കും. വിശ്വാസത്തിൽ നിന്ന് അനേകർ വ്യതിചലിച്ചു പോകും. ദൈവത്തിൽ നിന്നും ദൈവിക കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന സിദ്ധാന്തങ്ങളും ആദർശങ്ങളും ഈ ലോകത്ത് പ്രചരിക്കും. അനേകം ക്രൈസ്തവര് ആകർഷണീയമായ ആദർശങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും പുറകെ പോകും. നൂറ്റാണ്ടുകളായി സഭ മുറുകെ പിടിച്ചിരുന്ന മൂല്യങ്ങൾ അവർ ഉപേക്ഷിക്കും. വിശ്വാസത്യാഗം ഈ കാലഘട്ടത്തിൽ സംഭവിക്കും. ആഴമുള്ള
ദൈവവിശ്വാസത്തിലും ദൃഢതയിലും ധൈര്യപൂർവ്വം ഉറച്ചു നിന്ന് മാത്രമേ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് 400 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ അമ്മ സന്ദേശം നൽകിയിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമല്ലേ? രണ്ടാമതായി പ്രിയമുള്ള സഹോദരങ്ങളെ, 400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മ പറഞ്ഞു, 20-ാം നൂറ്റാണ്ടിന് ശേഷം കന്യാത്വം നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് ലോകം നിറയുമെന്ന്. ഈ കാലഘട്ടത്തിൽ 400 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മുടെ ലോകത്തെ പരിശോധിക്കുമ്പോൾ ഈ സന്ദേശം അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? കന്യാത്വം നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് ഈ ലോകം ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നു. വിശുദ്ധിക്കോ ദൈവികമായ പുണ്യങ്ങൾക്കോ മനുഷ്യൻ തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നതിനുപരിയായി അശുദ്ധിക്കും അശ്ലീലമായ കാര്യങ്ങൾക്കും ഈ ലോകത്തെ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. നമുക്ക് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണ് ഈ കാലഘട്ടത്തിൽ സ്വർഗം പറഞ്ഞു തരിക. ഈ വെല്ലുവിളിയെ വിശുദ്ധിയിൽ ജീവിച്ച് അതിജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വർഗത്തിന് അർഹരാകുവാൻ മെജ്ജുകൊരിയിലും പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുന്നു. കന്യകാത്വം നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് സാത്താൻ കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ കന്യാത്വം കാത്തുസൂക്ഷിച്ച് തങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവുമെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധിയിൽ പരിപാലിച്ച് വിശുദ്ധിയോടുകൂടി ഈ ലോകത്ത് ജീവിച്ച് വിശുദ്ധരുടെ ഗണത്തിൽ സ്വർഗത്തിൽ എണ്ണപ്പെടേണ്ടവരാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവ് മെജ്ജുകൊരിയിലൂടെ പരിശുദ്ധ അമ്മ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായി 400 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ അമ്മ ഇപ്രകാരം മദർ മരിയാനറ്റി ജീസസ് ടോറസിലൂടെ പ്രവചിച്ചു. ഫ്രീമേസണറി സംഘം സഭയിൽ നുഴഞ്ഞു കയറി സഭയെ ഭരിക്കുമെന്നും സഭയെ തെറ്റായ പാതയിലൂടെ നയിക്കുമെന്നും ഉള്ള സന്ദേശം. 1600കളിൽ ഫ്രീമേസണറി എന്താണെന്ന് ലോകത്തിന് അറിയില്ലായിരുന്നു. കാരണം ഫ്രീമേസണറി അന്ന് ലോകത്തുണ്ടായിരുന്നില്ല. 1717ലാണ് ആദ്യമായി ഫ്രീമേസണറിയുടെ ലോഡ്ജ് ലണ്ടനിൽ ആരംഭിക്കുക. പിന്നീട് സഭയിൽ ഫ്രീമേസണറി സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നുഴഞ്ഞുകയറ്റവും അവർ സഭയെ തകർക്കുവാൻ ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങളുമൊക്കെ നാം കണ്ടു കഴിഞ്ഞു. ഈ ഒരു പ്രസ്ഥാനം ഈ ലോകത്തുണ്ടാകുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് 100 വർഷം മുൻപ് പരിശുദ്ധ അമ്മ മദർ മരിയാന ടി ജീസസ് ടോറസിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും 20-ാം നൂറ്റാണ്ടിന് ശേഷം ഫ്രീമേസണറി സംഘം ലോകത്തെ എത്രമാത്രം സാരമായി സ്വാധീനിക്കുമെന്നും പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഇന്ന് ലോകത്ത് നമ്മൾ ഫ്രീമേസണറി സംഘത്തിൻ്റെ ശക്തമായ ഇടപെടൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായി സഹോദരങ്ങളെ, അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് ഇപ്രകാരം പറഞ്ഞു: കുട്ടികൾക്ക് സ്വാഭാവിക നിഷ്കളങ്കത നഷ്ടപ്പെടും. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന കുട്ടികളെയും ഇപ്പോഴുള്ള കുട്ടികളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവിക നിഷ്കളങ്കത ഒരുപക്ഷെ നഷ്ടപ്പെടുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുതിർന്നവരോടൊരു ബഹുമാനമില്ല, മാതാപിതാക്കളോട് അനുസരണമില്ല, എല്ലാം തങ്ങളുടേതായ
ചിന്താ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള ചിന്ത, ചെറുപ്രായത്തിൽ തന്നെ നിഷ്കളങ്കത നഷ്ടപ്പെട്ട് അശുദ്ധിയിലേക്കും അശ്ലീല പാപങ്ങളിലേക്കുമൊക്കെ വലിച്ചിഴക്കപ്പെടുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്നത് നമ്മുടെ കൺമുൻപിൽ കാണുവാൻ സാധിക്കും. ഇനി അടുത്തതായി പരിശുദ്ധയമ്മ പറഞ്ഞു, സ്ത്രീകൾക്ക് തങ്ങളുടെ ശാലീനത നഷ്ടമാകും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് സ്ത്രീജനങ്ങൾ തങ്ങളുടെ ശാലീനത നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുക. പല രീതിയിലുള്ള ദൈവം അംഗീകരിക്കാത്ത വഴികളിലൂടെ കടന്നു പോകുന്ന സ്ത്രീജനങ്ങളുടെ എണ്ണം ഈ കാലഘട്ടത്ത് വർദ്ധിച്ചു വരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുരുഷന്മാരും പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് ആഴ്ന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ 400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തരിക, ഈ ലോകം മുഴുവനും അശുദ്ധ പാപത്താൽ നിറയപ്പെടും 20-ാം നൂറ്റാണ്ടിന് ശേഷമെന്ന്. ഇതൊക്കെ പ്രിയമുള്ളവരെ നമ്മുടെ മുൻപിൽ നിറവേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അനുദിനം നമ്മൾ കാണുമ്പോൾ സ്വർഗത്തിൻ്റെ സന്ദേശങ്ങളെ എത്രമാത്രം ഗൗരവമായി നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായി, സഭയുടെ കൈവയ്പില്ലാത്ത വിവാഹ ബന്ധങ്ങളിലൂടെ ദൈവാഭിമുഖ്യമില്ലാത്ത കുട്ടികൾ ജനിക്കുമെന്നും, അങ്ങനെ സഭയുടെ കൈവയ്പില്ലാത്ത കൗദാശികമായ അനുഗ്രഹത്താൽ ബന്ധിക്കപ്പെടാത്ത ഒന്നിച്ചുള്ള ജീവിതങ്ങളിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ദൈവാഭിമുഖ്യമില്ലാത്തവരായി ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ള സന്ദേശം പരിശുദ്ധയമ്മ നൽകുകയുണ്ടായി. ആയതിനാൽ സഭയിൽ സന്യാസ പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ നന്നായി കുറയുമെന്നും 400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധയമ്മ അവർ ലേഡി ഓഫ് ഗുഡ് സക്സസിലൂടെ ഈ ലോകത്ത് നൽകിയ സന്ദേശം ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്ന നാം കാണുകയാണ്. കൗദാശികമായ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഒന്നിച്ചുള്ള ജീവിതങ്ങൾ, അതിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അതിനുശേഷം ഈ കുറേ പേരൊക്കെ വിവാഹ ജീവിതം റെക്ടിഫൈ ചെയ്യുന്ന സാഹചര്യം. പക്ഷേ ഒരുപാട് കുടുംബങ്ങൾ സഭയിൽ കൗദാശികമായ ആശീർവാദം സ്വീകരിക്കാതെ, കൗദാശികമായ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാതെ സഭയുടെ കൈവപ്പില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങൾ ഇന്ന് ലോകത്ത് നിരവധിയാണ്. പിന്നീട് പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തെക്കുറിച്ച് സന്ദേശം പുരോഹിതരെക്കുറിച്ചാണ്. പുരോഹിതർ തങ്ങളേക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അനേകം പുരോഹിതർ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് വ്യതിചലിച്ച് 20-ാം നൂറ്റാണ്ടിന് ശേഷം പോകുവാനുള്ള സാധ്യത പരിശുദ്ധയമ്മ 400 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിക്കുകയുണ്ടായി. സമ്പത്തും സ്ഥാനമാനങ്ങളും ആയിരിക്കും അവരുടെ മുഖ്യ ലക്ഷ്യമെന്നും 400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധയമ്മ പ്രവചിച്ചു. അതുകൊണ്ടാണ് മെജ്ജുഗരിയിൽ പരിശുദ്ധയമ്മ കൂടെ പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന സന്ദേശങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യമുണ്ട്. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. മെജ്ജൂരി എല്ലാ സന്ദേശങ്ങളും പരിശുദ്ധയമ്മ അവസാനിപ്പിക്കുന്നത് ഏതാണ്ട് ഈ ഒരു പ്രാർത്ഥനയിലൂടെയാണ്. നിങ്ങളുടെ ഇടയന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വൈദികർക്ക് വേണ്ടി, സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മെജ്ജൂരിയിൽ കൂടെ പരിശുദ്ധയമ്മ ആവർത്തിച്ച് ഈ ലോകത്തോട് അഭ്യർത്ഥിക്കുകയാണ്, സഭയുടെ പുരോഹിതന്മാർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന്. ഇപ്രകാരമുള്ള അവസ്ഥാവിശേഷം
സ്വർഗത്തിൽ നിന്ന് വലിയ ശിക്ഷയ്ക്ക് കാരണമാകുമെന്നും ഇപ്രകാരമുള്ള ശിക്ഷ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് പകർച്ചവ്യാധിയിലൂടെയും യുദ്ധങ്ങളിലൂടെയും ആഭ്യന്തര കലാപങ്ങളിലൂടെയും രാജ്യാന്തര യുദ്ധങ്ങളിലൂടെയും ക്ഷാമത്തിലൂടെയും പട്ടിണിയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയുമൊക്കെ ആയിരിക്കുമെന്നും പരിശുദ്ധ അമ്മ എക്വദോറിൽ സന്ദേശം നൽകി. ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതും ഇതുതന്നെയാണ്. പകർച്ചവ്യാധികളും ക്ഷാമങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും രാജ്യാന്തര യുദ്ധങ്ങളും പട്ടിണിയുമൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ മനുഷ്യൻ്റെ ദൈവചിന്തയില്ലാത്ത ജീവിതങ്ങൾക്ക് ഒരു ശിക്ഷയായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലുമാണ് നാം ആയിരിക്കുക. അതിനുശേഷം അവസാനമായി പരിശുദ്ധ അമ്മ എക്വദോറിൽ ഇപ്രകാരം ഒരു സന്ദേശം നൽകി. ഇതൊക്കെ കാണുമ്പോൾ സാത്താൻ വിജയം വരിച്ചു, സാത്താൻ വിജയം വരിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കും. സാത്താൻ വിജയം വരിക്കുന്നുവെന്ന് ചിന്തിച്ച് ലോകം സാത്താനിലേക്ക് ശ്രദ്ധ പതിച്ചിരിക്കുന്ന ആ സമയത്ത് ദൈവം അവനെ അവൻ്റെ സിംഹാസനത്തിൽ നിന്നും തട്ടി താഴെയിടും എന്നുള്ള സന്ദേശമാണ് 16-ാം നൂറ്റാണ്ടിൽ അവർ ലേഡി ഓഫ് ഗുഡ് സക്സസിലൂടെ ഈ ലോകത്തിന് സ്വർഗം നൽകിയിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുക എന്നും സാത്താൻ കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ അവനാണ് അവസാന വിജയമെന്ന രീതിയിൽ ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ സ്വർഗം നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ്: വഞ്ചിതരാകരുത്. സാത്താൻ വിജയം വരിക്കുന്നു എന്ന് ലോകം ചിന്തിക്കുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ സ്വർഗത്തിൽ നിന്നുള്ള പ്രത്യേകമായൊരു ഇടപെടൽ ഈ ലോകത്ത് സംഭവിക്കുമെന്നും സാത്താൻ്റെ സിംഹാസനത്തെ ദൈവം തകർത്തു കളയുമെന്നുമുള്ള ഒരു ഉറപ്പ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളിലൂടെ ലോകത്തിന് ലഭിച്ചു കഴിഞ്ഞു. അതിനപ്പുറമുള്ള സഹോദരങ്ങളെ, മെഡ്ജുഗൊരിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളും സന്ദേശങ്ങളും അതിനു മുൻപ് പരിശുദ്ധ അമ്മ നൽകിയ ഫാത്തിമയിലെയും ഗർഭന്താളിലെയും സന്ദേശങ്ങളോട് വലിയ സാമ്യമുള്ളവയാണെന്നും വളരെ പ്രധാനമായി 400 വർഷങ്ങൾക്ക് മുൻപ് 20-ാം നൂറ്റാണ്ടിന് ശേഷം ഈ ലോകത്ത് സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസിലൂടെ സ്വർഗം നൽകിയ സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാം കാണുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ എത്രമാത്രം ജാഗ്രതയോടുകൂടി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ കാലഘട്ടത്തിൽ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണമെന്ന് നാം തിരിച്ചറിയുകയാണ്. അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് അവരുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നമ്മെല്ലാവരോടും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.